ക്ലാസ്സസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. മക്കളെ, ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു പോയം നോക്കാം. ഈ പോയം വരെയാണ് നിങ്ങൾക്ക് ഓണ എക്സാമിന് ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈം എക്സാം ഇവിടം വരെയാണ്. പാഠം നോക്കിയിരുന്നേ. ടൈറ്റിൽ നോക്കിയേ. ധർത്തി ഹേ ഉസ് കിസാൻ കി. ധർത്തി ഭൂമി, കിസാൻ കർഷകൻ. എഴുതിയത് കേദാർനാഥ് അഗ്രവാൾ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് പാഠഭാഗം. ആ ടൈറ്റിൻ്റെ അർത്ഥം എന്തോ നോക്കിയേ. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി കർഷകൻ്റെ ആണ്. ഈ ഭൂമി ആരുടെയാണ്? കർഷകൻ്റെ ആണ്. കേദാർനാഥ് അഗ്രവാൾ എന്നാണ് ഓദറിൻ്റെ പേര്. എഴുതി പഠിക്കുക. നോക്കിയേ, വായിക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ ബൈലോം के कंधों पर बरसाते दाम में जुआ भाग्य का रिग देता है. खून छाटती हुई वायु में पैनी कुसी खेत के भीतर दूर कलेज तक ले जाकर जोत डालता है मिट्टी को. एक धरती उस किसान की. ഈ ഭൂമി കർഷകൻ്റെ ആണ്. ജോ ബൈലോം കെ. ബൈൽ കാള, കന്തോം തോൾ. ജോ ബൈലോം കെ കന്തോം പർ. ഏതൊരാളാണോ ബൈലുകളുടെ, കാളകളുടെ, കന്തോം തോളിൽ, ഏതൊരാളാണോ കാളകളുടെ തോളിൽ, ബർസാത്ത് ദാമമേ. ബർസാത്ത് മഴ, ദാമ വെയിൽ. ബർസാത്ത് ദാം എന്ന് വെച്ചാൽ വെയിൽ, ധൂപേ കേട്ടോ, ആ വാക്കാണ്. ഇവിടെ ബർസാത്ത് ദാമമേ, മഴയിലും വെയിലത്തും. ജുവാ ഭാഗ്യക്കാ രഗ് ദേത്താഹേ. ജുവ എന്ന് വെച്ചാൽ നുഖം, ഭാഗ്യമാകുന്ന നുഖം വയ്ക്കുന്നു. ഇവിടെ നോക്കിയേ. ഈ ഭൂമി കർഷകൻ്റെ ആണ്. ഏതൊരു ആളാണോ കാളയുടെ തോളിൽ മഴയിലും വെയിലത്തും ഭാഗ്യമാകുന്ന നുഖം വയ്ക്കുന്നു. ഖൂൻ ചാട്ടി ഹുയി വായുമേ. ഖൂന രക്തം, ചാട്ടിന വറ്റുക, നക്കുക എന്നൊക്കെ വാക്കുണ്ട് കേട്ടോ. ഖൂൻ ചാട്ടി ഹുയി വായുമേ, രക്തം വറ്റുന്ന വെയിലിൽ. കർഷകൻ എന്ത് ചെയ്യുന്നൊക്കെ. പൈനി കുസി കേത്ത് കെ ഫീദർ ദൂർ കളേജ് തക്ക് ലേ ജാക്കർ. പൈനി കുസി മൂർച്ചയുള്ള ഭാഗം, അതായത് നുഖത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗം. കേത്തിൻ്റെ കളേജ് തക്ക്, വളരെ ഉള്ളിൽ തന്നെ, എന്ന് വെച്ചാൽ കേത്തിൻ്റെ ഉള്ളിൽ വരെ കൊണ്ടുപോകുന്നു. ആ നുഖത്തിൻ്റെ മൂർച്ചയുള്ള അതിൻ്റെ എഡ്ജാഭാഗം വയലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ജോത് ഡാർത്താഹെ. ജ്യോതിന ഉഴുക, മിട്ടി മണ്ണ്, മണ്ണിനെ ഉഴുത് മറിക്കുന്നു. ആ കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം കേത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കർഷകൻ എന്ത് ചെയ്യുന്നു? ആ കേത്തിനെ ഉഴുത് മറിക്കുന്നു, അല്ലെ ആ മണ്ണിനെ ഉഴുത് മറിക്കുന്നു. മണ്ണിനെ ഉഴുത് മറിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ. പാൻസ് ഡാൽ കറെ ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹേ. പാൻസ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? വളം. വളമിട്ട്, ബീജ് വിത്ത്, ബോന വിതയ്ക്കുക, വളമിട്ട് വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേം. നയേ വർഷം എന്ന് വെച്ചാൽ പുതിയ വർഷം. നൈ ഫസൽ എന്ന് വെച്ചാൽ വിളവ്. പുതിയ വർഷത്തിൽ പുതിയ വിളവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഡേർ അന്നുക്ക, അന്നം, ഡേർ കൂമ്പാരം. ഡേർ അന്നുക്ക ലഗ് ജാത്താഹേ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം, കർഷകൻ എന്താ ചെയ്യുന്നത്? അന്നത്തിൻ്റെ അല്ലെ ധാന്യത്തിൻ്റെ കൂമ്പാരം ഉണ്ടാക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി കർഷകൻ്റെ ആണ്. നഹീം റാവ് കി, നഹീം രംഗ് കി. നഹീം റാവ് എന്ന് വെച്ചാൽ രാജ. ഇത് രാജാവിൻ്റെ അല്ല. രംഗ് ദരിദ്രൻ, ദരിദ്രൻ്റേത് അല്ല ഈ ഭൂമി. നഹീം കിസിക്ക, മറ്റാരുടേതും അല്ല. നഹീം കിസിക്ക, ആരുടേതും അല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി. ധർത്തി കേവലം ആരുടെയാണ്? കർഷകൻ്റെ ആണ്, മറ്റാരുടേതുമല്ല ഭൂമി. ശരിക്കും ഭൂമി ആരുടെ തന്നെയാണ്? കർഷകൻ്റെ ആണ്. അവിടെ നോക്കിയേ. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി കർഷകൻ്റെ ആണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരക്കി, ജോ മിട്ടി കെ സംഗ് സാത്തി ഹി തബ്കർ ഗൽക്കർ മർക്കറെ. നോക്കിയേ. ജോ മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, പൂർണ്ണമായി, പാരക്കിനെ സംരക്ഷിക്കുക, അല്ലേ. സംഗ് സാത്ത് എന്ന് വെച്ചാൽ കൂടെ, ചേരുക എന്നൊക്കെയാണ്. അപ്പോഴേ ജോ മിട്ടി കാ പൂർണ്ണ പാരക്കി, ആരാണോ മണ്ണിൻ്റെ പൂർണ്ണ സംരക്ഷകൻ,
ജോ മിട്ടിക്ക് സംഗ് സാത്തിഹി, ആരാണോ മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്നത്. തബുക്കർ ഗൽക്കർ മർക്കർ, അതായത് ഉരുകി ജ്വലിച്ച് മരിച്ച്. കർഷകൻ എന്താ ചെയ്യുന്നത്? വെയിലത്തെ ഉരുകി ജ്വലിച്ച് മരിച്ച് അല്ലേ, കഠിനമായി അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ലേ, പകലന്തിയോളം ശരിക്കും അധ്വാനിച്ച് ജീവിക്കുകയാണ് കർഷകൻ ചെയ്യുന്നത്. അവിടെ നോക്കി, കപാ രഹാ ഹേ ജീവൻ അപ്പന, എന്നിട്ട് അദ്ദേഹം അപ്പന ജീവൻ, സ്വന്തം ജീവൻ, ജീവൻ എന്ന് വെച്ചാൽ ജീവിതം. അങ്ങനെ അപ്പന ജീവൻ, സ്വന്തം ജീവിതം കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുകയും ചെയ്യും. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സ്വപ്ന, ദേഖ്ന കാണുക, മിട്ടി മണ്ണ്, സോനെ കാ സ്വപ്ന സ്വപ്നം കാണുക. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മണ്ണിൽ നിന്ന് സ്വർണം വിളയിക്കുന്നത് സ്വപ്നം കാണുന്നു. മണ്ണിൽ നിന്ന് സ്വർണം വിളയിക്കുന്ന വെച്ചാൽ നല്ലതുപോലെ വിളവ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. സ്വർണം വിളയിക്കുക എന്നല്ല കേട്ടോ. അടുത്ത നോക്കിയാൽ മിട്ടിക്ക് മഹിമ ഗാതാഹേ, എന്നിട്ട് അദ്ദേഹം മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മഹിമ, മഹത്വം എന്ന വാക്കാണ് ഗാന, പാടുക. മിട്ടി കെ ഹി അന്തസ്ഥൽ മേ, മിട്ടി കെ ഹി മണ്ണിൻ്റെ അല്ലെ മണ്ണിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് അദ്ദേഹം പാടുന്നു. ആരോട് ചേർന്ന? മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്നവനാണ് കർഷകൻ. എന്നിട്ട് അദ്ദേഹം മണ്ണിൻ്റെ മഹത്വം പാടുന്നു. അപ്പനെ തൻ കി ഖാദ് മിലാക്കർ, അപ്പന തൻ എന്ന് വെച്ചാൽ ശരീരം, ഖാദ് വളം, തൻ്റെ ശരീരം വളമാക്കി മാറ്റുന്നു. മിട്ടി കോ ജീവിത് രക്താഹേ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മണ്ണിനെ ജീവൻ ഉള്ളതാക്കി മാറ്റുന്നു. തൻ്റെ ശരീരം വളമാക്കി മാറ്റുന്നു, എന്നിട്ട് മണ്ണിനെ ജീവൻ ഉള്ളതാക്കി മാറ്റുന്നു. ഖുദ് ജീത്താഹേ, ഖുദ് എന്ന് വെച്ചാൽ സ്വയം ജീവിക്കുന്നു. അങ്ങനെ സ്വയം ജീവിക്കുന്നവനാണ് കർഷകൻ. അതായത് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി കർഷകൻ്റേത് ആണ്. ഇത്രയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മനോഹരമായ പദ്യമായിരുന്നു അല്ലേ? ഇച്ചിരി ലെങ്തി ആണെങ്കിലും പദ്യം സിമ്പിളായിരുന്നു, പഠിക്കാൻ എളുപ്പമായിരുന്നു. ഓക്കെ, ഇവിടം വരെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെയും ആക്ടിവിറ്റീസ് തരാം. എന്നിട്ട് ഓണ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ തരും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.